listen here. The Earth and its neighbors. The solar system has 8 planets. It's about our solar system and our Earth. We know that we live in the planet Earth. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? എർത്തിലാണ് അല്ലേ? And we are going to study about our Earth and its neighbors. Listen here. First paragraph. എന്താണ് എർത്തും ഇറ്റ്സ് നൈബേഴ്സും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂമിയും അതിന്റെ നൈബേഴ്സും. ആരാണ് ഭൂമിയുടെ നൈബേഴ്സ്? മറ്റ് പ്ലാനറ്റ്സ് ആണ് അല്ലേ? There are 8 planets on the solar system. We know that. 8 planets ഉണ്ട്, 8 ഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ? And we are going to study about the planets of the solar system. Okay, listen here. Our planet Earth is a beautiful place to live in. It has land, water and air. About 3/4 of the Earth's surface is covered by water and 1/4 by land. The Earth is surrounded by a layer of air is called atmosphere. This air helps human beings, animals and plants to breathe. Thus, the presence of water and air has made life possible on Earth. This paragraph is about our Earth. നമ്മുടെ ഭൂമിയെ കുറിച്ച് പറയുന്നതാണ് ഇതിൽ അല്ലേ? We know that we live in Earth. നമുക്കറിയാം നമ്മളൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ് അല്ലേ? Earth is our planet and our planet is a beautiful planet. നമ്മുടെ ഭൂമി എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? നമുക്കറിയാം ഒരുപാട് മരവും പൂക്കളും പക്ഷികളും ചെടികളും ആളുകളും പുഴയും തോടും വെള്ളവും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് ആൻഡ് ദർ ഈസ് ഇൻ എർത്ത് ഓൺലി ദ ലൈഫ് അല്ലേ? എവിടെയാണ്? ഭൂമിയിൽ മാത്രമാണ് എന്തുള്ളത്? ജീവജാലങ്ങളൊക്കെ ഉള്ളത്. ആൻഡ് our planet Earth is beautiful place to live in. It has land, water and air. We know that in our Earth. നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്? ലാൻഡ്, വാട്ടർ, എയർ അല്ലേ? ഭൂമിയും വെള്ളവും വായുവും ഒക്കെ എവിടെയാണുള്ളത്? നമ്മുടെ ഭൂമിയിലുണ്ട്. About 3/4 of the Earth's surface is covered by water and 1/4 by land. ഭൂമിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൽ 3/4 അല്ലേ? 3 എന്താണ്? 4 3 ഭാഗവും, അതായത് 1/4 ഭാഗവും എന്താണുള്ളത്? വെള്ളമാണ് അല്ലേ? 3/4 ഓഫ് ദ എർത്ത്, ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളമാണുള്ളത്. ആൻഡ് ബാക്കിയുള്ള ഒരു ഭാഗം എന്താണ്? 1/4 എന്താണ്? കരയുമാണ്, ലാൻഡ് ആണ്. ദെൻ the earth is surrounded by a layer of air is called atmosphere. നമ്മുടെ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ഒരു എയറിന്റെ ലെയർ ഉണ്ട്, അതായത് വായുവിന്റെ ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെ, നമ്മുടെ എർത്തിന്റെ ചുറ്റും ഇങ്ങനെ just like a blanket there is a thick layer of the air. ഈ വായുവിന്റെ കട്ടിയുള്ള ഒരു ലെയർ എവിടെയുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്, നമ്മുടെ ഭൂമിയുടെ സറൗണ്ടിങ്സിൽ അല്ലേ? നമ്മുടെ ചുറ്റും എന്തുണ്ട്? ഒരു എയറിന്റെ കട്ടിയുള്ള ഒരു ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭൂമിനെ. അതിനെയാണ് എന്ത് പറയാ? അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. This air helps human beings, animals and plants to breathe. ഈ എയർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ആരെയൊക്കെ? ഹ്യൂമൻ ബീയിങ്സിനെയും അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ടു ബ്രീത്ത്, ശ്വാസം എടുക്കാൻ വേണ്ടി അല്ലേ? ശ്വസിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? എയർ ആണ് അല്ലേ? വിത്തൗട്ട് എയർ വി കാൺട്ട് ബ്രീത്ത്. ശ്വാസം എടുക്കാതെ അല്ലേ? അതായത് എയർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ? അതായത് നമ്മുടെ ചുറ്റും ഒക്കെ എയർ ഉണ്ട് എല്ലാ ഭാഗത്തും അല്ലേ? നമ്മൾ ശ്വാസം എടുക്കുന്നത് എന്താണ്? വായുവാണല്ലേ? നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്വാസം എടുത്തു നോക്കിയേ, എന്താ അകത്തേക്ക് പോകുന്നത് നോക്കട്ടെ. എന്താണ് നിങ്ങൾ വലിച്ചെടുക്കുന്നത്? എയർ ആണ് അല്ലേ? അപ്പോ വായു ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് മാത്രമല്ല, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും എല്ലാ ആനിമൽസിനും എല്ലാ പ്ലാന്റ്സിനും എന്ത് വേണം? എയർ വേണം. Then thus the presence of water and air has made life possible on earth. നമ്മുടെ ഭൂമിയിലുള്ള ഈ വായുവിന്റെയും വെള്ളത്തിന്റെയും പ്രസൻസ് ആണ് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് അല്ലേ? വെള്ളവും വായുവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ ബേസിക് നീഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്?
എയർ, വാട്ടർ ഒക്കെ അല്ലേ? വെള്ളവും വായുവും നമുക്ക് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ നമ്മളൊരു 2 ദിവസം നിൽക്കും. വെള്ളം കുടിക്കാതെ നിങ്ങൾക്ക് എത്ര ദിവസം നിൽക്കാൻ വേണ്ടി പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ വെള്ളം കുടിക്കാതെ? ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ക്ഷീണം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാറും. പക്ഷേ എന്താണ്, നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാതിരുന്നാൽ അത് നമ്മളെ ഒരുപാട് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. സോ വെള്ളവും വായുവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നന്നായിട്ട് അതൊന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫ്. എന്തെങ്കിലും ഡൗട്ട് അതിലുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇതൊക്കെ. വായിച്ചു നോക്കിയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയാം സോളാർ സിസ്റ്റം അല്ലേ? സോളാർ സിസ്റ്റം. ഇവിടെ ആദ്യം തന്നിട്ടുള്ള പിക്ചർ കണ്ടോ? ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഇതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോളാർ സിസ്റ്റം, സൗരയൂഥം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെ പറ്റി? ഡു യു ഹേർഡ് അബൌട്ട് അവർ സോളാർ സിസ്റ്റം? കണ്ടിട്ടുണ്ടോ? സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു എന്നറിയാമോ? ഇപ്പൊ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് എന്നറിയാം? ഇപ്പൊ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8. എത്ര എണ്ണം ഉണ്ടായിരുന്നു അറിയോ ആർക്കെങ്കിലും? ഇപ്പൊ 8 എണ്ണം ഉണ്ട്. പക്ഷെ അടുത്ത കാലത്ത് വരെ ഒരു 2006 ആ ടൈം വരെ എത്ര പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു എന്നറിയാമോ? അറിയാമോ ടോഷിൻ? അറിയാമോ റിലു? മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് there are 9 planets on the solar system. 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. 9 ഗ്രഹങ്ങൾ ഉണ്ട് അവിടെ എന്ന്. ഏതൊക്കെയാണ്? മെർക്കുറി, വിനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോ. There is a planet named Pluto. പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം കൂടി ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചറിൽ നോക്കുക. മെർക്കുറി ഫസ്റ്റ് ഉണ്ട് അല്ലേ, സണ്ണിന്റെ തൊട്ടടുത്ത്. ദെൻ വിനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോ. ഒന്നുകൂടി കാണുമായിരുന്നു അവിടെ. പക്ഷെ ഇപ്പൊ എന്താണ്? പ്ലൂട്ടോ ഇല്ല. ഏറ്റവും ചെറിയ ഒരു ഗ്രഹമായിട്ട് നെപ്റ്റ്യൂണിന്റെ തൊട്ടടുത്ത് ആരുണ്ടായിരുന്നു? പ്ലൂട്ടോ ഉണ്ടായിരുന്നു. മിസ്സൊക്കെ പഠിക്കുമ്പോഴുള്ള സോളാർ സിസ്റ്റത്തിന്റെ പിക്ചറിൽ ഒരാൾ കൂടി ഈ നെപ്റ്റ്യൂണിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ പ്ലൂട്ടോ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. അന്നുണ്ടായിരുന്ന പ്ലാനറ്റ്സിൽ ഏറ്റവും ചെറുത് ആരാണ്? പ്ലൂട്ടോ ആണ്. പിന്നെ ഈ പ്ലൂട്ടോനെ ഗ്രഹമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഡ്വാർഫ് പ്ലാനറ്റ് എന്താണ്? കുള്ളൻ ഗ്രഹമായിട്ട്. ബിക്കോസ് അത് ചെറുതായതുകൊണ്ട് ചെറിയ ആളുകളെ കുള്ളൻ എന്ന് പറയും അല്ലെ? ഹൈറ്റ് കുറഞ്ഞ ചെറിയ ആളുകളെ കുള്ളൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആരെ? പ്ലൂട്ടോനെ. പിന്നെ അഗെയിൻ അങ്ങനെ കുള്ളൻ ഗ്രഹമായിട്ട് അതിനെ ഒഴിവാക്കാൻ നോക്കി. പിന്നെ അതിനെ വീണ്ടും അവിടുന്ന് പ്ലാനറ്റ് സോളാർ സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പ്ലൂട്ടോനെ റിമൂവ് ചെയ്തു. അങ്ങനെയാണ് 8 പ്ലാനറ്റ്സ് ആവുന്നത്. കുറെ നാൾ വരെ 9 പ്ലാനറ്റ്സ് ആയിരുന്നു. പിന്നെ അതിപ്പോ 8 പ്ലാനറ്റ്സ് ആയിട്ട് മാറി. ദെൻ ആ 8 പ്ലാനറ്റ്സും അവരുടെ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ സോളാർ സിസ്റ്റം. ലിസൺ. All the 8 planets go around the sun.
These 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. The Sun and the 8 planets together form the solar system. Planets and moons do not have their own heat and light. They shine because they reflect the light of the sun. The sun is a star. It is very big. More than 1 million Earths could fit into the sun. The sun looks small to us because it is very far away from the earth. The sun is 150 million kilometers away from the earth. Then പറയാൻ വേണ്ടി പോകുന്നത് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു സോളാർ സിസ്റ്റത്തിൽ എത്ര 8 പ്ലാനറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. Then all the 8 planets go around the sun. ഈ 8 പ്ലാനറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും അല്ലെ, സൂര്യന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ 8 ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഇങ്ങനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Then these 8 planets are, ഏതൊക്കെയാണ് 8 പ്ലാനറ്റ്സ്? അതിന്റെ ഓർഡറിൽ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 8 പ്ലാനറ്റ്സ്? അതായത് സൂര്യന്റെ അടുത്ത് നിന്ന് നേരെ വരുന്ന രീതിയിൽ. എന്താണ് മോളെ റിലു, കേൾക്കുന്നില്ലേ? യെസ്. അപ്പോൾ ഈ സൂര്യന്റെ അടുത്ത് നിന്ന് അത് കറക്റ്റ് ഓർഡറിൽ വരുമ്പോൾ മെർക്കുറി, വിനസ്, എർത്ത്. ഭൂമി എവിടെയുള്ളത്? എർത്ത് മൂന്നാമതാണല്ലേ, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇങ്ങനെ സോളാർ സിസ്റ്റത്തിൽ നോക്കിയാൽ ഈ എർത്തിലാണ് ആരുള്ളത്? നമ്മളൊക്കെ ഉള്ളത് അല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എവിടെ നിന്നാണ്? ഈ എർത്തിൽ നിന്നാണ് അല്ലേ, ഭൂമിയിൽ നിന്നാണ്. ദെൻ നോക്കുക, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഓർഡർ ആയിട്ട് തന്നെ പഠിക്കാം, ഡിസോർഡർ ചെയ്യാതെ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മുടെ പ്ലാനറ്റ്സിന്റെ പേരൊക്കെ എല്ലാവരും പഠിക്കാം. Then the sun and the 8 planets together form the solar system. സൂര്യനും ഈ 8 ഗ്രഹങ്ങളും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? സൗരയൂഥ വ്യവസ്ഥ, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. Then planets and moons do not have their own heat and light. ഗ്രഹങ്ങൾക്കും ചന്ദ്രനും അവരുടേതായിട്ടുള്ള ലൈറ്റും വെളിച്ചവും, ഹീറ്റ് ചൂടല്ലേ, സൂര്യനും ചന്ദ്രനും ചന്ദ്രനും പ്ലാനറ്റ്സിനും അവരുടേതായിട്ടുള്ള എന്തില്ല എന്നാ പറയുന്നത്? കറക്റ്റായിട്ട് അവരുടെ സ്വന്തമായിട്ട് അവർക്ക് ചൂടും വെളിച്ചവും ഒന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ചില സമയങ്ങളിൽ ചന്ദ്രന്റെ ഒക്കെ നല്ല വെളിച്ചം നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അതിന് നമ്മൾ മൂൺലൈറ്റ്, നിലാവ് എന്ന് പറയും അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയുന്നത് കേൾക്കാം, ഇന്ന് നല്ല നിലാവ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ്, ചന്ദ്രന്റെ ലൈറ്റിനെയാണ് നമ്മൾ നിലാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്, ചന്ദ്രന് സ്വന്തമായിട്ട് ലൈറ്റും ചൂടും ഒന്നുമില്ല എന്നാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രന് വെളിച്ചമുള്ളത് മാതിരി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചന്ദ്രന് ശരിക്കും സ്വന്തമായി വെളിച്ചമില്ലെങ്കിൽ ചന്ദ്രൻ എങ്ങനെയാണ് നമുക്ക് അത്ര വെളിച്ചത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത് എന്ന് വെച്ചാൽ, ഈ സൂര്യന്റെ ലൈറ്റ് അല്ലേ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും ഇവിടെ സൂര്യന്റെ പ്രകാശം ഉണ്ടാവും. അത് ഈ സർഫേസിൽ, ഈ മൂണിന്റെ സർഫേസിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ചന്ദ്രന് വെളിച്ചമുള്ളതുപോലെ കാണാൻ പറ്റുന്നത്. അത് ആക്ച്വലി സൺലൈറ്റ് ആണ്. സൂര്യപ്രകാശം ചന്ദ്രന്റെ മേലിൽ ടച്ച് ചെയ്യും അല്ലെ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടിയിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് ചന്ദ്രന് ലൈറ്റ് ഉണ്ട്, ചന്ദ്രന് വെളിച്ചമുള്ളത് മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്ലാനറ്റ്സിന്റെ കാര്യവും. ഗ്രഹങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലാനറ്റ്സ്, അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ ആകാശത്തിൽ നോക്കുമ്പോൾ നല്ല നക്ഷത്രങ്ങളുള്ള അല്ലെ, നിറയെ നക്ഷത്രങ്ങളുള്ള സമയങ്ങളിൽ നിങ്ങൾ ആകാശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാം അല്ലെ. നക്ഷത്രങ്ങൾ എപ്പോഴും എന്താണ്, ഇങ്ങനെ ട്വിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അവരിങ്ങനെ അതായത് ഇങ്ങനെ
മിന്നുകയും കെടുകയും ചെയ്യുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അവരിങ്ങനെ മിന്നി മിന്നി നിൽക്കുകയാണ് ചെയ്യാറല്ലേ, അല്ലാതെ തെളിഞ്ഞ് അങ്ങനെ നിൽക്കാറില്ല. എപ്പോഴും സ്റ്റാർസ് ഇങ്ങനെ കേട്ടില്ലേ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർന്ന്. അവരെന്താണ് അങ്ങനെ ട്വിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അല്ലാതെ അവരിങ്ങനെ കത്തുന്നു, ലൈറ്റ് കുറയുന്നു, കെടുന്നു, അങ്ങനെയാണ് സ്റ്റാർസ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ചില സമയത്ത് ഒരുപാട് സ്റ്റാർസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ സ്കൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിട്ട് നല്ലൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ചെറിയ ലൈറ്റിൽ ഇങ്ങനെ മിന്നി നിൽക്കുന്ന ഈ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ലൈറ്റിൽ ഒന്ന് മാത്രം അവിടെ നന്നായി പ്രകാശിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നല്ല ബ്രൈറ്റ് ആയിട്ട്. അതിനെയാണ് എന്ത് പറയാ? അതാണ് പ്ലാനറ്റ്സ്. ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പ്ലാനറ്റ് എന്ന് പറയാം, നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത്. ആൻഡ് പ്ലാനറ്റ്സിനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. അത് നന്നായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, അതും സൺലൈറ്റ് അതിൻ്റെ മുകളിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ദെൻ they shine because they reflect the light of the sun. I am already told that സൂര്യന്റെ പ്രകാശം അവരുടെ മേലെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ലൈറ്റ്. Then the sun is a star. We know that. നക്ഷത്രം എന്താണ്? സ്റ്റാർ എന്താണ്? അത് ഒരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങൾക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്, ലൈറ്റും ചൂടും ഉണ്ട്. So sun is a സ്റ്റാർ. സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണല്ലേ, സൂര്യനും ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ എന്തുണ്ട്? സ്വന്തമായിട്ട് ലൈറ്റും ചൂടും ഉണ്ട്. ഇറ്റ് ഈസ് വെരി ബിഗ്. സൺ ഈസ് വെരി ബിഗ്. സൂര്യൻ വളരെ വലുതാണ്. ദെൻ മോർ ദാൻ 1 million എർത്ത് കുഡ് ഫിറ്റ് ഇൻ ടു ദ സൺ. ഒരുപാട് എന്താണ്? 1 ദശലക്ഷത്തിലധികം എർത്ത് കുഡ് ഫിറ്റ് ഇൻ ടു ദ സൺ. സണ്ണിന് സൂര്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഭൂമിയിൽ ഏകദേശം ഉണ്ടോ? Okay, listen here. Listen. More than 1 million earths could fit into the sun. നമ്മൾ പറഞ്ഞു അല്ലേ, ഭൂമി എന്താണ്? നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റ് ആണ്. 1 ദശലക്ഷത്തിലധികം എന്തുണ്ടെങ്കിൽ സൺ ഈസ് വെരി ബിഗ്. എന്താണ്? 1 ദശലക്ഷത്തിലധികം ഭൂമി പോലും ഫിറ്റ് ആവില്ല ഇവിടെ, സൂര്യനിൽ. സോ സൺ ഈസ് വെരി ബിഗ്. ദെൻ സൂര്യൻ വളരെ വലുതായത് കൊണ്ട്. Then the sun looks small to us because it is very far away from the earth. നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ അത് വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ ഈ ഭൂമിയെക്കാളൊക്കെ ഒരുപാട് വലിയതാണ് ആര്? സൂര്യൻ അല്ലേ? നമ്മുടെ ഒരു 1 million എർത്ത് ഉണ്ടെങ്കിൽ പോലും ഭൂമിയിൽ ഫിറ്റ് ആവില്ല, നമ്മുടെ സണ്ണിൽ ഫിറ്റ് ആകില്ല എന്ന് പറയുമ്പോൾ ഭൂമിയെക്കാളൊക്കെ ഒരുപാടധികം ഇരട്ടിയാണ് ആരുടെ വലിപ്പം? സണ്ണിന്റെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സൂര്യൻ വളരെ ചെറിയതായിട്ടാണ് തോന്നുക അല്ലെ? വലിയ സൂര്യനാണെന്ന് തോന്നാറുണ്ടോ? ഇത്രയും വലിയതാണത് എന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അത് വളരെ ചെറുതാണ് നമ്മൾ കാണുമ്പോൾ. അത് എന്തുകൊണ്ടാണ്? The earth is very far away from the sun and the sun is very far away from the earth. സൂര്യൻ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഭൂമി എവിടുന്ന്? സൂര്യനിൽ നിന്നും ദൂരെയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കാണുന്നത്. അപ്പൊ സൂര്യനൊക്കെ നമ്മൾ അത്രയും ചെറുതായിട്ട് കാണുകയാണെങ്കിൽ എന്താണ്? അത്രയും അതിൻ്റെ വലുപ്പം അത്രയും കുറവായിട്ട് തോന്നുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാടധികം ആയതുകൊണ്ടാണ്. Then the sun is 150 million kilometer away from the earth. 150 മില്യൺ കിലോമീറ്റർ ദൂരത്താണ് ആര്? സൂര്യൻ ഉള്ളത് ഭൂമിയിൽ നിന്ന് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് രണ്ടും എന്ത് ചെയ്യുക? 2 പാരഗ്രാഫും നന്നായി വായിച്ചിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും അത് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ. സോ ഒന്നുകൂടെ പറയാം എന്താണ് ഇതുവരെ പറഞ്ഞത് എന്നുള്ളത്. ലേറ്റായി വന്നവരൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ശ്രദ്ധിക്കുക. അവർ പ്ലാനറ്റ് എർത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ്. നമ്മുടെ ഭൂമി നമുക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ് ഹാസ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. ഇതിൽ കരയും വെള്ളവും വായുവും ഒക്കെ ഉണ്ട്. Then about 3/4 of the earth's surface is covered by water and 1/4 by land. ഭൂമിയുടെ 3 ഭാഗവും വെള്ളവും 1 ഭാഗം ലാൻഡുമാണ്, കരയുമാണ്. Then
The earth is surrounded by the layer of air. നമ്മുടെ ഭൂമിയിലെ ചുറ്റും എന്തുണ്ട്? ഒരു വായുവിന്റെ ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ചുറ്റുമുള്ള വായുവിന്റെ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. This help the human being and animals and plants to breathe. Thus the presence of water and air has made life possible on earth. ഈ ഭൂമിയിലുള്ള വായുവിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ അംശമാണ് എന്ത്? ഭൂമിയിൽ ജീവജാലങ്ങളെ ഉണ്ടാകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ പറയുന്നത് സോളാർ സിസ്റ്റം ആണ്. സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആർ ദ 8 planets of the solar system. And planets and moons do not have their own light and heat. പ്ലാനറ്റ്സിനും മൂണിനും അല്ലെ, ഗ്രഹങ്ങൾക്കും ചന്ദ്രനും എന്തില്ല? അവർക്ക് അവരുടേതായിട്ട് സ്വന്തമായിട്ട് ലൈറ്റോ പ്രകാശമോ ലൈറ്റോ ചൂടോ ഇല്ല. They shine because they reflect the light of the sun. പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യന്റെ ലൈറ്റ് അവരുടെ മേലെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ സൂര്യൻ ഒരു സ്റ്റാർ ആണ്, നക്ഷത്രമാണ്. അത് വളരെ വലുതാണ്. അതിന്റെ വലുപ്പം പറയാൻ വേണ്ടിയാണ് ഏകദേശം 1 മില്യൺ എർത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? സണ്ണിന് ഫിറ്റ് ആവുക, സണ്ണിന് തുല്യമാവുക എന്നാണ് പറയുന്നത്. The sun looks small to us because it is very far away from the earth. സൂര്യൻ വളരെ ചെറുതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണത്? സൂര്യൻ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ്. Then the sun is 150 million kilometer away from the earth. ഭൂമിയിൽ നിന്ന് 150 മില്യൺ കിലോമീറ്റേഴ്സ് ദൂരെയാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ടോ?